നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? കോട്ടക്കക്കാരെ നിങ്ങൾ അറിഞ്ഞോ? ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗൈസ് നമ്മൾ പറഞ്ഞു തരാം. നാളെ എല്ലാവരും, അതായത് ഉമ്മ, അലേഹ, അലൻ ആൻഡ് സിനു ആൻഡ് ഞാൻ എല്ലാവരും നാളെ കൃത്യം 10 മണിക്ക് നമ്മളുടെ രണ്ടാമത്തെ കിഡോപ്പിയുടെ രണ്ടാമത്തെ സ്റ്റോർ കോട്ടക്കൽ പറമ്പിലങ്ങാടി ഓപ്പൺ ആവുകയാണ്. കൃത്യം 10 മണിക്ക് അതിൻ്റെ ഇനാഗുറേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മളോട് പറയുന്നുണ്ട്, നൗഫലെ കോട്ടക്കൽ വരുമ്പോൾ നമ്മൾ വിളിക്കണം, ഞങ്ങൾക്ക് കാണാനാണ്, ഉമ്മാനെ കാണാനാണ്, സിനുവിനെ കാണാനാണ്, കുട്ടിനെ കാണാനാണ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കലുണ്ട്. എന്നാൽ നിങ്ങൾക്കിതാ ഒരു അവസരം. പിന്നെ നമ്മളെ കണ്ടിട്ട് വേണ്ട വിളിക്ക് അങ്ങനെയൊക്കെ വിചാരിക്കണവരുണ്ടാവും. പക്ഷെ നമ്മളെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോഴേ ഒന്നുമല്ലാത്ത നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങൾ എന്താണ് നിങ്ങളുടെ മുന്നിലോട്ട് എല്ലാവരും ഒരുമിച്ച് വരാൻ വേണ്ടി പോവാണ്. ആകെ കുടുങ്ങി, തൊള്ളയിൽ പേപ്പിളി എങ്ങാനും കുടുങ്ങിയെന്ന് തോന്നി കൊട്ടിൻ്റെ, അത് തുറക്കാൻ കിട്ടാനായിട്ടാണ്. അതായത് ഗായ്സ്, എന്തായാലും ഒരുപാട് സന്തോഷം. 1 വർഷത്തിൻ്റെ ഉള്ളിൽ അടുത്ത ഒരു സ്റ്റോറ്, അതും കോട്ടക്കൽ ഓപ്പൺ ആക്കാൻ പോവാണ്. കോട്ടക്കൽ ഒന്നുപാട് കുറച്ച് വലിയ ഷോപ്പാണ്, അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളൊക്കെ പുതിയ സാധനമാണ് വരുന്നത്. അപ്പം എന്തായാലും കോട്ടക്കൽക്കാർക്ക് ഇനി കിഡോപ്പിയിലെ ഡ്രസ്സിട്ട് നടക്കാം അല്ലേ? നമ്മുടെ മക്കൾക്ക് എന്താണ് അത്രയും സേഫ്റ്റിയും ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന എന്താ മക്കൾക്ക്. ഞാനാണെങ്കിൽ പോലും എനിക്ക് കിട്ടാത്തതൊക്കെ എൻ്റെ മക്കൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ്. അത് എല്ലാ മാതാപിതാക്കളും അങ്ങനെ തന്നെയാണ്. കാരണം ചെറുപ്പത്തിൽ ആ കുട്ടികൾ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല ഡ്രസ്സ് ഇട്ട് നടക്കുന്ന കാണുമ്പോൾ എന്ത് ചെറുപ്പത്തിലല്ല, ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് നിങ്ങളിങ്ങനെ നടത്തിയായിരുന്നില്ല. അന്ന് നിങ്ങൾ എനിക്ക് കോണോനും മറ്റേതൊക്കെ ഇട്ടിട്ട് നടത്തി. അന്ന് എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് എനിക്ക് ബുദ്ധി ഉണ്ട്. എൻ്റെ കുട്ടിക്ക് ഞാൻ ബാഗി പാൻറ്റും ഇടും, പിന്നെ ഫോട്ടോ സൂട്ടൊക്കെ ഇടുന്നു. ഓ ഗൈസ്, ഡീഗ്രേഡ് ചെയ്യുന്നു ഗൈസ്. അമ്മക്കൊക്കെ എന്താ അറിയാം, ഇപ്പൊക്കെ ട്രെൻഡാണ്. നിങ്ങൾക്ക് ഡെനീമ് പറഞ്ഞ എന്താ അറിയോ? ഡെനീമ് പറഞ്ഞ എന്താ അറിയോ? ആരാ? അതാണ്, അത് അത്രേ ഉള്ളൂ. അതാണ് എനിക്ക് കിട്ടുന്നതെന്ന്. പിന്നെ ഞാൻ എങ്ങനെയാവും? എന്തായാലും ഗായ്സ്, നമുക്കന്ന് തുണി ഉടുപണി കിട്ടേണ്ടൊക്കെ ടൈം കുറേ വൈകിയായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ല ഇമ്പോർട്ടഡ് ഡ്രസ്സ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിലേ പോന്നോളി. പാലാമാളിലും ഉണ്ട്, ഇനി കോട്ടക്കലും ഉണ്ട്. മനസ്സിലായില്ലേ? ഒരുപാട് ഹാപ്പിയിലാണ് ഞാൻ ഈ ഒരു മൊമെൻറ്റ് പറയുന്നത്. കാരണം കൃത്യം 10 മണിക്ക് നമ്മളവിടെ എത്തുന്നതാവും. എല്ലാവരും ഉണ്ടാവും അല്ലേ? ഉണ്ടാവില്ലേ? അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിൻ്റെ അപ്ഡേറ്റ്. കാരണം ഈ ന്യൂ ഇയറും ക്രിസ്മസൊക്കെ നല്ല തിരക്കുള്ള ടൈമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം, കാരണം ഈ ഒരു കച്ചവടം കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് സാധനം ചൈനയിൽ നിന്ന് സാധനം ഇറങ്ങിയിട്ടുമുണ്ട്. നിങ്ങൾക്കൊക്കെ സാധനം കാണാം, ലൊക്കേഷൻ കണ്ടു വെക്കാം. കൂട്ടത്തിൽ നമുക്കും നാളെ ഒരുമിച്ച് അവിടെ കൂടാം. ഞങ്ങളെല്ലാവരും ഉണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് കൂടാം. അപ്പോൾ എന്ത് പണി, എന്ത് തിരക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് നാളെ കൃത്യം 10 മണിക്ക് നമ്മളെ കോട്ടക്കൽ പറമ്പിലങ്ങാടിക്ക് നമ്മുടെ പുതിയ ഷോപ്പായ കിഡോപ്പിയിലോട്ട് വന്നാൽ നമുക്ക് എല്ലാവർക്കും കാണാം, സംസാരിക്കാം. സിനൊക്കെ ഫുള്ള് സ്റ്റാറ്റസ് ഇടലാണ് ഗൈസ്. അതായത് പുതിയ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? ഞാനും ഫുള്ള് സ്റ്റാറ്റസ് ഇടലാണ്. നിങ്ങൾ വിചാരിച്ചിരുന്നോ നമുക്ക് 2 ഷോപ്പൊക്കെ വരുന്നത്? ഗായ്സ്, ഒരു 4 കൊല്ലം മുന്നേ വരെ ഷോപ്പ് പോയിട്ട് ഷോപ്പിൻ്റെ പഠിക്കൽ വെക്കാൻ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നമുക്ക് ഗായ്സ്. ഇന്ന് 2 ഷോപ്പാണ് വരാൻ വേണ്ടി. ഒരു ഷോപ്പ് ഓൾറെഡി വന്നു, അടുത്ത ഷോപ്പ് ഇത് ഓപ്പൺ ആവുന്നു. ഇനി അടുത്ത ഷോപ്പ് നിങ്ങൾ വിചാരിക്കുന്നിടത്ത് കൂടെ ഒക്കെ നമ്മൾ ഷോപ്പുകൾ ഇങ്ങനെ കിഡോപ്പിൽ ഇങ്ങനെ വരും. കിഡോപ്പിയിലുള്ള ഡ്രസ്സ് തന്നെ എല്ലാ മക്കളും ഇട്ട് നടക്കണ മാതിരി നമ്മൾ ആക്കും ഗൈസ് അല്ലേ? അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം നമുക്കുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അല്ലേ? കല്ലുപണിക്കാരിൽ നിന്നും എന്തായാലും പറയാം, ഓൺട്രപ്രണറോ അത് വേണ്ട, സംരംഭകൻ. അത് അവിടേക്ക് പോകണ്ട, അവിടേക്ക് നമുക്ക് പറയാനാവണം അല്ലേ? എന്തായാലും ഇൻഷാ അല്ലാഹ് കുറേ പേര് എന്നോട് പറയുന്നുണ്ട്, നൗഫലെ യൂട്യൂബ് പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യാന്ന്. അതായത് ഗൈസ്, യൂട്യൂബ് പോയി കഴിഞ്ഞാൽ പ്രശ്നമുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ നൗഫലിന് ആ ഒരു പ്രശ്നമല്ല. ഇപ്പം ഇനിയിപ്പോൾ ബിസിനസ് ആണെങ്കിൽ പോലും എനിക്ക് കൊക്കിന് ജീവനുണ്ടായാൽ മതി, ഞാൻ എന്തെങ്കിലും ചെയ്യും. ആരോഗ്യം നശിപ്പിക്കാതിരുന്നാൽ മതി.
ഉള്ള ആരോഗ്യം കൊണ്ട് ഞാൻ എന്ത് പണി എനിക്ക് ചെയ്യാൻ ഒരു മടി. ഇങ്ങനെ പറയും, ഇവള് പറയല് എന്താന്നറിയോ, നൗഫൽക്ക വെറും മടിയനാണെന്ന് പറയാ. ഞാൻ പണി നിൽക്കണൊക്കെ ഇവള് കണ്ടുക്കണോ? ഇപ്പത്തെ പണി നിങ്ങൾക്ക് അറിയുന്നില്ല. ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ ഒരു ദിവസം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാല് ഞാൻ ഇപ്പൊ ചെയ്യുന്ന പണി ഒരു ദിവസം നിങ്ങൾ ഷെഡ്യൂള് തെറ്റിക്കാതെ കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാന്നല്ലോ, ഞാൻ കൂലിപ്പണിക്ക് പോയിക്കൊണ്ട് പറയും. നിങ്ങളിപ്പോ ഈ സുഖിച്ച് ഈ കസാലമ്മി ഇവിടെ ഒരാൾ ഊനാലിമയൊക്കെ ഇരുന്ന് ആടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ പ്രേക്ഷകർ കണ്ട സപ്പോർട്ട് മാത്രമല്ല, എന്റെ കഠിനാധ്വാനം ഇതിന്റെ ബാക്കിലുണ്ട്. ഇപ്പൊ നിങ്ങൾ പറയണ്ടല്ലോ നൗഫൽ ഒറ്റക്കല്ല, എല്ലാരും കൂടിയിട്ടാണല്ലോ ചാനലിൽ നിക്കണെന്ന് പറയണ്ടല്ലോ. നിങ്ങൾ ആരെങ്കിലും എഡിറ്റ് ചെയ്യലുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കലുണ്ടോ? നിങ്ങളെ ഏമിക്കൽ എത്രത്തോളം ഏമിക്കണം? നിങ്ങൾ ഒരാളെ ഒന്ന് വീഡിയോയിൽ നിന്നിട്ട് ഒന്ന് ഡയലോഗ് പറയും, എത്രത്തോളം പറയണം? ശരി. അതൊക്കെ ഒരു ദിവസം ചെയ്യുമ്പോൾ എനിക്കിവിടെ പണിയുണ്ടോ പണിയില്ലേ എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. എനിക്കിത് ചില സമയത്ത് തോന്നണം എന്താ പറയുക, വല്ല കൂലിപ്പണിക്ക് അന്നത്തെ പോലെ വല്ല വെയിലും കൊണ്ട് പണിയെടുക്കുകയാണെങ്കിൽ 8 മണിക്ക് ചായ, 10 മണിക്ക് കടി, പിന്നെ ഉച്ചക്ക് 1 മണിക്ക് ചോറ്, പിന്നെ 2:30 വരെ റെസ്റ്റ്, കറക്റ്റ് ഒരു 3-4 മണിയാകുമ്പോൾ ചായയും കടിയും, 5 മണിക്ക് പണി മാറ്റിയ വൈകുന്നേരം ഒരു 1000 ഉറുപ്പ്യ കയ്യിൽ കൂലിയും കിട്ടും. ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നേരെ സുഖമായി ഉറങ്ങാ, എനിക്കെൻ്റെ ഹെൽത്ത് നോക്കി ജിമ്മിന് പോവാ, ഒന്നും വേണ്ട. ഇത് ഹെൽത്തും ഇല്ല, ഭക്ഷണവും കറക്റ്റല്ല, ഉള്ള കണ്ണി കണ്ട ഫുഡും കഴിക്കുക, എവിടെയൊക്കെ പോയിട്ട് കണ്ണി കണ്ടൊക്കെ ടേസ്റ്റ് ചെയ്യുക. ജീവിതം സ്റ്റൈലിന് മാറിയല്ലോ. പണ്ട് ജിമ്മായിരുന്ന ഞാനിപ്പോൾ ചക്കപ്പോത്തായി. അതിൻ്റെ കാരണം എന്താ? നിങ്ങളൊക്കെ നേരാവണുണ്ട്. ഈ എൻ്റെ ഹെൽത്ത് നോക്കണു, ഉമ്മ നിങ്ങളെ ഹെൽത്ത് നോക്കണു. നിങ്ങൾ ഹെൽത്ത് നോക്കണില്ലേ? എന്ത് ഹെൽത്ത് നോക്കണില്ല? അതില് കാര്യമില്ല. ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ എന്താ പറയാ, അതാണ്. നിങ്ങൾ പെരുന്തമണ്ണക്ക് പോരണോ? ഇന്നും കൂടി പോരി. ഇന്ന് നിങ്ങൾക്ക് സാലറി തരുന്ന ദിവസമാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു സ്വർണം വാങ്ങാന്ന് വിചാരിച്ചൊന്ന് നോക്കിയപ്പോ 1,01,200 അത്രേ. അപ്പൊ ആ പൈസ നിങ്ങൾ അക്കൗണ്ടിൽ കിട്ടാൻ നിങ്ങൾ പിന്നെ വാങ്ങുമോ? നിങ്ങൾക്കൊരു വള വാങ്ങി തരണം എന്ന് വിചാരിച്ചപ്പോ സ്വർണത്തിന് പിടുത്തം വിട്ട വില. ഞാൻ അങ്ങനെ ആലോചിക്കാണ്. ഇവരുടെയൊക്കെ സ്വർണം വിറ്റ ടൈമിൽ 48,000 രൂപയാണ് കാശ്. ഇന്ന് ചെയ്തോ എന്താ 1,00,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പെര വെക്കുമ്പോ എന്താ ഇതൊക്കെ കാട്ടിട്ടിരിക്കണേ ഹജ്ജ്. ഈ തലേനൊക്കെ വലിച്ചിട്ട് തുടങ്ങിയേ പിന്നാമ്പുറത്ത് കൊണ്ടുപോയിടുക. എന്തൊക്കെയാ ഈ കുട്ടി ചെയ്യണേ? പറഞ്ഞ ഞങ്ങള് പറയും ചെറിയ കുട്ടിയല്ല, അതിനെന്തിനെങ്ങനെ പറയുന്നെന്ന്. ഇതാ കണ്ടോ, അവിടുന്ന് സ്പൂൺ എടുത്ത് വന്നിട്ടുള്ള കളിയാണ്. ഞാൻ ആരെങ്കിലും പറഞ്ഞു അങ്ങനെ? അതെ പറയാ, സ്വതവേ ഓരോ വീട്ടുകളിലുള്ളതാണ്. എന്ത് ഇങ്ങനെ കുട്ടികൾ പെങ്ങന്മാരെ നിങ്ങളെ മക്കളെ നിങ്ങളെ പെങ്ങന്മാരെ മക്കളെ അങ്ങനെ പറഞ്ഞുകൂടോ? പെങ്ങന്മാരില്ലേ, പിന്നെ ആങ്ങളാരെ മക്കൾ ഇങ്ങനെ പറഞ്ഞുകൂടോ? ഞാൻ പറഞ്ഞില്ല. പിന്നെ എങ്ങനെ കറക്റ്റായിട്ട് പറയൂ ആൾക്കാർ പറയും. സ്വതവ അങ്ങനെ പറയാനൊന്നും പറ്റില്ല. അവരാരെ കുടിയിൽ അവരാരെ മക്കൾ ചെയ്യുമ്പോ ഒരു കുഴപ്പമുണ്ടായില്ല. അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം മക്കളെ, എന്താ ശരിയാണോ തെറ്റാണോ നിങ്ങളെ കമന്റ് ചെയ്യുന്നു. ചൂടാകുമ്പോ തപ്പാന്ന് പറയാ. ചൂടാകട്ടെ ഗൈസ്, നല്ലോണം കുട്ടി ചൂടാകല്ല, മാന്ത പിച്ച കടിച്ചത് എന്തായിക്കോട്ടെ വലുതാവണോത്തോളം ലക്ഷണം കെട്ടതാകാണ്. നോക്കണോക്ക് അങ്ങനെ ഗൈസ്. അപ്പൊ അതൊക്കെയാണ് ഇവിടെ കാര്യങ്ങള്. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാ ഇനി നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകാനുണ്ട്. പർച്ചേസ് മീൻസ് സാധനങ്ങൾ കുറച്ച് വാങ്ങുക, നാളേക്ക് മറ്റൊന്ന് പോകാനുള്ളത് അല്ലേ. അപ്പോൾ നിജാസ് വിളിച്ചായിരുന്നു ഉമ്മാനെ ട്രെയിന് കയറ്റി തരുമെന്ന് ചോദിച്ചിട്ട്. ഒന്ന് പോണോ? അത് ഫോണിൽ കൂടെ പറഞ്ഞിട്ടാ പോവാ. സർപ്രൈസ് ആയിട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ സർപ്രൈസ് ആയിട്ട് പോയിട്ട് അന്നത്തെ മാതിരി സ്റ്റേഷൻ മാറി ഇറങ്ങരുത് കേട്ടോ. അത് നിങ്ങൾ ഒറ്റക്കല്ലേ, നമ്മളൊക്കെ സ്റ്റേഷൻ മാറിയല്ലോ സർപ്രൈസ് ആയിട്ട് പോയിട്ട്. അത് ശരിയാ.
നല്ല ബുദ്ധിയുണ്ട്. എന്തായാലും ഗായ്സ് ഈ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇൻഷാ അല്ലാ നാളെ എല്ലാവരും അവിടെ എത്തുക 10 മണിക്ക് കോട്ടക്കൽ എത്തുക. നിങ്ങളെ ഒരു ക്ഷണമായിട്ട് നമ്മൾ പറയാണ്. അത് പോണം വേത്തും നമുക്ക് അത് അവിടുന്ന് കുറച്ചേ പോകുള്ളൂ. ഹൈവേക്ക് അടിച്ചു വിടുകയാണ് നമ്മൾ ഇവിടുന്ന് 8 മണിക്ക് ഇറങ്ങിയാൽ അവിടെ ഒരു 10 മണിക്ക് എത്തും. ആ 8 മണിയാകുമ്പോഴേക്കും ഒക്കീനെ നീച്ച് കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട്, കാരണം ആൾക്കാർ കാണാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരം വൈകരുത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഹലാമാളുടെ ഇനാഗ്രേഷന് പോയിട്ട് നമ്മളാണ് നേരം വൈകിയത്. അതൊക്കെ അത് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടില്ല ഒരു ഷോട്ട്. അതിൻ്റെ അയിമ കയറി കുത്തി ഇരിക്കുക. ഇതൊക്കെ എവിടേക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട്. എന്റെ കുട്ടിന്റെ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ആക്കാം. എല്ലുള്ളരി മാലിനഗരെ വിലസപ്പെട്ട ഇതുണ്ട് കയേ മാലിനഗരെ താനെ താനാനെ താനാനാനെ തനെ താനെ താനാനെ താനാനാനെ താനെ താനാനെ താനാനാനെ തനെ താനെ താനാനെ താനാനാനെ മാലിനഗര തങ്കത്തി മടങ്കനെ കൊണ്ടേ ദന്തനക്കണ ദങ്കനക്കണ ദന്തന. അടുത്ത പ്രാവശ്യം ഇവിടെ പറയുമ്പോൾ പോട്ടെ നമുക്ക് തലയിലെ സാധനമൊക്കെ കെട്ടിയിട്ട് തന്നെ കളി അവിടെ തന്നെ. ഓക്കെ ഗായ്സ്, അപ്പം എന്തായാലും ബാക്കിയൊക്കെ നാളെ കോട്ടക്കൽ വരിക, നമ്മളുണ്ടാവും. കിരോപ്പിയിൽ ഇനാഗ്രേഷൻ നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലേ? ഓക്കെ, ബൈ.